ഹലോ നമസ്കാരം. ഞാൻ ലോക എന്നുള്ള സിനിമ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ചെന്നൈയിലാണ്. ഞാൻ കൊച്ചിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാനും എൻ്റെ മോളും ആക്ച്വലി കണ്ട മൂവിയാണ്. അതൊരു രക്ഷയില്ലാട്ടോ. ടിക്കറ്റ് ഒന്നും കിട്ടുന്നുണ്ടായില്ല. എങ്ങനെയൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി പോയപ്പോൾ എന്താ പറയുക, എനിക്ക് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ടൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ മൂവി. അതിൻ്റെ ഒരു കഥയുടെ ഒരു പുതുമയായാലും സിനിമാറ്റോഗ്രാഫി ആയാലും ആർട്ട് വർക്കായാലും മ്യൂസിക്കായാലും സൗണ്ട് ഡിസൈനിങ്ങായാലും A to Z എന്താ പറയുക, അതിൻ്റെ നമുക്ക് പറഞ്ഞാലും തീരില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് എന്തായാലും പിക്സലിൽ കാണാൻ പറ്റില്ല. കിട്ടിയ തിയേറ്ററിൽ ഓടിപ്പോയി കണ്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പിക്സലിൽ കാണാൻ പോവാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണണം കേട്ടോ. കാരണം ഈ സിനിമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഉറപ്പായിട്ടും ഇത് പിന്നെ തിയേറ്ററിൽ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് ഈ മലയാള സിനിമ ഈ എന്താണ് പറയുക, പിന്നെ 200 കോടിക്ക് മുകളിൽ അത് നമ്മൾ പിന്നെ വിജയമായിട്ട് കാണുമ്പോൾ ഓരോ മലയാളിക്കും അഭിമാനവും അഹങ്കാരത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ നോക്കി കാണാവുന്ന ഒരു മൂവിയാണ്. നമ്മുടെ കൊച്ചൊരു ഇൻഡസ്ട്രിയാണ്. ഈ സിനിമയുടെ വിജയം കാണുമ്പോൾ നമ്മളും അതിലുണ്ടെന്നുള്ളൊരു ഫീലാണ്. ഇതിപ്പോ എന്താ പറയാ, നമ്മുടെ ഇതിന്റെ ഒരു പുതുമയുള്ളൊരു കഥ, അതിന്റെ സിനിമാറ്റോഗ്രാഫി, അതിന്റെ സൗണ്ട്. കാരണം ഇതിപ്പോ വെറുതെ ഒരു ഭാഗ്യം കണ്ടോ ഒന്നും ഒരു പിന്നെ വിജയിച്ച മൂവി അല്ല എന്നുള്ള ഈ മൂവി കാണുന്നവർക്കറിയാം എന്തുമാത്രം എഫേർട്ടാണോ ഓരോ ഡിപ്പാർട്ട്മെന്റും ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സാധാരണ എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. വിജയിച്ച സിനിമയായാലും ശരി, പരാജയപ്പെട്ട സിനിമയായാലും ശരി. പക്ഷേ ഇതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചില്ലറയല്ല. അത് കാണുമ്പോൾ നമുക്ക് വാവും തോന്നിപ്പോകും. പിന്നെ കല്യാണിയുടെ ഒരു എഫേർട്ട് എടുത്ത് പറയേണ്ടതാട്ടോ. സൂപ്പറായിരുന്നു, കിടിലായിരുന്നു. നമുക്ക് തോന്നും കല്യാണി അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരിക്കുമോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോട്ടെ. അത്ര അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ കുട്ടി ഭയങ്കര ഭംഗിയായിരുന്നു ഇതിൽ കാണാൻ. ശരിക്കും അവരുടെ കോസ്റ്റ്യൂം ആയാലും അവരുടെ ഹെയർ ഡ്രസ്സിങ് ആയാലും അവരുടെ മേക്കപ്പ് എല്ലാം ആ ഒരു കഥയ്ക്ക് നമ്മൾക്ക് ഒരിക്കലും അതിൽ കല്യാണിയെ കാണാൻ പറ്റില്ല, ക്യാരക്ടറായിട്ട് കാണാൻ പറ്റി. എല്ലാവരും അതെ. അപ്പോൾ ഈ സിനിമയെ പറ്റി എനിക്ക് പറഞ്ഞാലും തീരില്ല. അപ്പം ഇത് വെറും ഒരു തൂവലല്ല ഈ മൂവി. ഇതൊരു പൊൻ തൂവലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ ഓവറാക്കുന്നതല്ല എന്നുള്ളത് കണ്ടവർക്കും അറിയാം, കാണാത്തവർക്കും പല റിവ്യൂസ് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇതൊരു പ്രൊമോഷൻ ഒരു പിന്നെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ സന്തോഷം എനിക്ക് പറയണം തോന്നി പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഓൺ ദ വേ ആണ്. അപ്പം ഞാൻ ചെല്ലുന്നു, സിനിമ കാണുന്നു, പിക്സൽ ആസ്വദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ എനിക്ക് കാണണം. അപ്പോൾ കാണാത്തവര് എത്രയും പെട്ടെന്ന് പോവുക, ഇത് തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിച്ച് വിലയിരുത്തുക. അപ്പോൾ ടേക്ക് കെയർ. ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ മലയാളി ഞാൻ ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര സന്തോഷമാണ്. കണ്ട സിനിമ വീണ്ടും കാണുമ്പോൾ ഇത്ര എക്സൈറ്റ്മെന്റ് എൻ്റെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ കാറിലായതുകൊണ്ട് കുറച്ച് വെളിച്ചം